ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ നവമി തമോധ്യായഃ. ഇന്ന് ദശമസ്കന്ധത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായം 90ാമത്തെ അധ്യായമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ദശമസ്കന്ധത്തിലാണ് ഭാഗവതത്തില് ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത്. 90 അധ്യായം. ഏറ്റവും വലുത് ദശമസ്കന്ധമാണ്. ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ അവതാരവും ലീലകളും ഒക്കെയാണ് 90ാമത്തെ അധ്യായത്തിലുള്ളത്. അതിന്റെ അവസാനത്തെ 90ാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ ഗൃഹസ്ഥ ലീലകളുടെ സംക്ഷേപമാണ്. ഭഗവാൻ ദ്വാരകയിൽ വസിച്ച് സ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിക്കുന്നു, എല്ലാ ആൾക്കാരെയും സന്തോഷിപ്പിക്കുന്നു. സ്ത്രീകളോട് ചേർന്ന് ബഹുവിധ ക്രീഡകൾ ചെയ്യുന്നു, ജലക്രീഡ വർണ്ണിക്കുന്നു. ഇത്രയും ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് 1 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകോവാച സുഖം സ്വപുര്യാം നിവസത് ദ്വാരകായാം ശ്രിയപ്പതിഃ സർവസമ്പത് സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈഃ. സുഖം സ്വപുര്യാം നിവസത് ദ്വാരകായാം ശ്രിയഃ പതിഃ സർവസമ്പത് സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈഃ. സുഖം സ്വപുര്യാം നിവസത് ദ്വാരകായാം ശ്രിയഃ പതി. ശ്രിയഃ പതി അതായത് ലക്ഷ്മിയുടെ ഭർത്താവായ ഭഗവാൻ കൃഷ്ണൻ വൃഷ്ണിപുംഗവൈഃ വൃഷ്ണികുലത്തിൽ ഉത്ഭവിച്ച ശ്രേഷ്ഠന്മാരാൽ ജുഷ്ടായാം അധിവസിക്കപ്പെട്ടതും. അതായത് ദ്വാരകയിൽ താമസിക്കുന്നവരാണ് വൃഷ്ണിവംശക്കാരാണ്. അപ്പൊ ആ വൃഷ്ണികുലത്തിൽ ഉത്ഭവിച്ച ശ്രേഷ്ഠന്മാരാൽ ജുഷ്ടായ അധിവസിക്കപ്പെട്ടതും സർവസമ്പത് സമൃദ്ധായ സർവസമ്പത്തുകളുടെ സമൃദ്ധിയോടുകൂടിയതുമായ ദ്വാരകായാം സ്വപുര്യാം ദ്വാരകയിലുള്ള തന്റെ രാജധാനിയിൽ സുഖമാകും വണ്ണം നിവസത് വസിച്ചു. അപ്പൊ ലക്ഷ്മി ദേവിയുടെ കാന്തനായ ഭഗവാൻ കൃഷ്ണൻ ഗൃഹസ്ഥാശ്രമ ലീലകളെ ആനന്ദിപ്പിക്കാനായി പരമ സുഖസ്ഥാനമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമ ധർമ്മം തികച്ചും തന്റെ ലീലകൾക്ക് ഉചിതങ്ങളായ സർവസമ്പത്തുകളുടെയും സമൃദ്ധിയോടും കൂടിയതുമായ ദ്വാരകയിൽ സ്വരാജധാനിയിൽ സുഖമായി വസിച്ചു. ശ്രീശുകോവാച സുഖം സ്വപുര്യാം നിവസത് ദ്വാരകായാം ശ്രിയപ്പതിഃ സർവസമ്പത് സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈഃ. ശ്ലോകം 2. സ്ത്രീഭീചോ ഉത്തമവേഷാഭിർ നവയൗവന കാന്തിഭിഃ കന്ദുകാഭിർ ഹർമ്മേഷു ക്രീഡന്തിഭിഃ തടിദ്യുഭിഃ. സ്ത്രീഭിഃ ച ഉത്തമവേഷാഭിഃ നവയൗവന കാന്തിഭിഃ. ഉത്തമവേഷാഭി ഉത്തമമായ വേഷത്തോടും. ഈ ദ്വാരകയുടെ വർണ്ണനമാണ് ഇനി കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ. ദ്വാരകയിലുള്ള ആ ഓരോ സ്ഥലവും എങ്ങനെ, ആൾക്കാര് എങ്ങനെയെന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. ഉത്തമവേഷത്തോടുകൂടിയും നവയൗവന കാന്തിഭി നവ യൗവനത്തോടും കാന്തിയോടുകൂടിയവരും ഹർമ്മേഷു കർമ്മ്യങ്ങളിൽ കന്തുകാദിഭി പന്ത് മുതലായവ കൊണ്ട് ക്രീഡന്തി കളിക്കുന്നവരും തടിദ്യുഭിഹി മിന്നലിന്റെ കാന്തി പോലുള്ള കാന്തിയോടുകൂടിയവരുമായ സ്ത്രീകളാൽ സേവിക്കപ്പെട്ടതായിരുന്നു ദ്വാരക. അപ്പൊ ദ്വാരക പുരിയില്
എല്ലാവരും നല്ല വേഷത്തോടുകൂടി അലങ്കരിച്ച് യൗവനത്തോടുകൂടി പാട്ട്, പന്തുകളി, പാട്ട്, നൃത്തം തുടങ്ങിയ കളികളൊക്കെ കളിച്ച് മിന്നൽ പിണർ പോലെ അങ്ങുമിങ്ങും പ്രകാശിക്കുന്ന സ്ത്രീകൾ സേവിക്കപ്പെട്ടതായിരുന്നു ദ്വാരകാപുരി. സ്ത്രീഭി ചോത്തമ വേഷാഭിർ നവയൗവന കാന്തിഭി കന്തുകാദിഭി കർമ്മേഷു ക്രീഡന്തീഭി തടിദ്വിഭി. ശ്ലോകം 3. നിത്യം സങ്കുലമാർഗായാം മതച്യുതഭിർ മതംഗജൈഹി സ്വലംകൃതൈർ ഫടൈർ അശ്വൈ രഥൈശ്ച കനകോജ്വലൈ. നിത്യം സങ്കുല മാർഗായാം മതച്യുതഭിഹി മതംഗജഹി. മതംഗജഹി അതായത് മതച്യുതി, മതം ഒഴുകുന്ന മതംഗജ, മത്ത ഗജങ്ങളാലും മതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മത്ത ഗജങ്ങള്, പിന്നെ സോലംകൃത നന്നായി അലങ്കരിക്കപ്പെട്ട ഭടന്മാരാലും ഭടൈഹി ഭടന്മാരാലും നല്ല നല്ല വേഷമൊക്കെ ധരിച്ച ഭടന്മാര്, അതുപോലെ തന്നെ നല്ല അലങ്കരിച്ച അശ്വൈ കുതിരകളാലും കനകോജ്വലൈ കനകാഭരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന രഥൈ തേരുകളാലും സ്വർണമാലകളും കൊണ്ട് മറ്റും അലങ്കരിച്ച തേരുകള് നിത്യം എപ്പോഴും സങ്കുല മാർഗം തിങ്ങിയ മാർഗത്തോടു കൂടിയതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ദ്വാരകാപുരിയില് ഇതെല്ലാം നമുക്ക് കാണാം. കുതിരകള്, തേരുകള്, ഭടന്മാര്, നല്ല വേഷങ്ങളൊക്കെ ധരിച്ച കുതിര, തേരും ഭടന്മാരെല്ലാം കാണാം. അതുപോലെ മതജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല ഗജവീരന്മാര്. നിത്യം സങ്കുലമാർഗായ മതച്യുതിഭിർ മതംഗജൈഹി സ്വലംകൃതൈർ ഫടൈറശ്വൈ രഥൈശ്ച കനകോജ്വലൈ. ശ്ലോകം 4. ഉദ്യോനോപവനാഢ്യായ പുഷ്പിതദ്രുമരാജിഷു നിർവിശഭൃംഗ വിഹംഗൈ ജ്ഞാതിദായാം സമന്തതാ. ഉദ്യാന ഉപവന ആഢ്യായം. ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ ഇവ കൊണ്ട് ശ്രേഷ്ഠമായും പുഷ്പിത ദ്രുമരാജിഷു പുഷ്പമുള്ള വൃക്ഷനിരകളിൽ നിർവിശഭൃംഗവിഹംഗൈ പ്രവേശിക്കുന്ന വണ്ടുകൾ, അതായത് സമീപത്തുള്ള കാടുകളിൽ നിന്നും പിന്നെ പൂന്തോട്ടങ്ങളിൽ നിന്നും പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളിൽ വന്നിരിക്കുന്ന വണ്ടുകളുടെയും അതുപോലെ തന്നെ പക്ഷികളും കാണുമല്ലോ വൃക്ഷങ്ങളിലൊക്കെ, പക്ഷികളാലും സമന്തത 4 ഭാഗം നാദിയായ ശബ്ദിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ കാടുകളുണ്ട്, വനങ്ങളുണ്ട്, ഉപവനങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, എല്ലാത്തിലും പുഷ്പങ്ങളുള്ളതുകൊണ്ട് വണ്ടുകളുടെ ശബ്ദവും പക്ഷികളുടെ കിളികളുടെയൊക്കെ ശബ്ദവും കൊണ്ട് 4 ഭാഗവും നിറഞ്ഞതായിരുന്നു. ഉദ്യാനോപവനാഢ്യായ പുഷ്പിതദ്രുമരാജിഷു നിർവിശഭൃംഗ വിഹംഗൈർ നാദിതായാം സമന്തതാം. ശ്ലോകം 5. രേമേ ഷോഡശ സഹസ്ര പത്നീനാമേക വല്ലഭഃ താവത് വിചിത്ര രൂപോസൗ തദ്ഗേഹേഷു മഹർത്തിഷു. രേമേ ഷോഡശ സഹസ്ര പത്നീനാം ഏകവല്ലഭ. ഷോഡശ സഹസ്ര പത്നീനാം 16,000 ഭാര്യമാരുടെ ഏകവല്ലഭ ഏകനായ വല്ലഭനും താവത് വിചിത്ര രൂപ അത്ര തന്നെ വിചിത്രമായ രൂപത്തോടു കൂടിയവനുമായ അസൗ ഇവൻ മഹർത്തിഷു മഹാസമൃദ്ധിയോടുകൂടിയ തദ്ഗേഹേഷു അവരുടെ ഭവനങ്ങളിൽ രമേ രമിച്ചു. അപ്പം 16,000 പത്നിമാരോടുകൂടി ഭർത്താവ് ഒരാളെ ഉള്ള ആര്? കൃഷ്ണൻ മാത്രം. കൃഷ്ണൻ അതിവിചിത്രങ്ങളായ മൂർത്തികൾ ധരിച്ചു 16,000 സ്ത്രീകള് ഉണ്ടെങ്കിൽ 16,000 രൂപം ധരിച്ച് ഓരോരുത്തരുടെ വീട്ടിലും ഭഗവാൻ കാണും. സ്വീകരിച്ചിട്ട് മഹാസമൃദ്ധിയോടുകൂടി അവരുടെ ഭവനങ്ങളിൽ രമിച്ചു. അപ്പൊ ആർക്കും ഒരു പരാതിയില്ല. അവരെല്ലാം നോക്കുമ്പോൾ അവരുടെ അടുത്ത് കൃഷ്ണനുണ്ട്. കൃഷ്ണൻ പല രൂപങ്ങൾ സ്വീകരിച്ച് 16,008 നരകാസുരന്റെ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളായിരുന്നു. പിന്നെ 8 കൃഷ്ണൻ വിവാഹം ചെയ്ത 8 ഭാര്യമാർ. അപ്പൊ അങ്ങനെ 16,008 പേരുടെയും വീടുകളിൽ കൃഷ്ണൻ എപ്പോഴും പ്രസന്റ് ആയിരിക്കും. രമേ ഷോഡശ സഹസ്ര പത്നീനാമേക വല്ലഭ
താവ വിചിത്രരൂപോസോ തദ്ഗേഹേഷു മഹർത്തിഷു. ശ്ലോകം 6. പ്രോത്ഫുല്ല ഉത്പല കൽഹാര കുമുദാംഭോജരേണുഭിः വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച. പ്രോത്ഫുല്ല ഉത്പല കൽഹാര. പ്രോത്ഫുല്ല വികസിച്ച, ഉത്പലം കൽഹാരം, കുമുദം താമര, ആമ്പല് താമര, ഇവയുടെ പൊടികളാൽ വസിത അമല തോയേഷു വാസനയുള്ള നിർമ്മല ജലത്തോടുകൂടി. പാമ്പല് താമര എല്ലാം ജലത്തിലുണ്ട്. അപ്പം അവയുടെ പൂമ്പൊടികൾ വീണ ആ നല്ല വാസനയുള്ള ജലത്തോടുകൂടിയതും കൂജത് ദ്വിജകുലേഷു ശബ്ദം പുറപ്പെടുവിച്ച് പൂജനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളോടും കൂടിയതായിരുന്നു. അപ്പൊ ആ ദ്വാരകയുടെ വർണ്ണനയാണ്, ആ ഭംഗിയാണ്. പ്രോത്ഫുല്ല ഉത്പല കൽഹാര കുമുദാംഭോജരേണുഭിः വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു. അപ്പൊ ഈ 16,008 ഭാര്യമാർക്കും പ്രത്യേകം ഭവനങ്ങളുണ്ട്. അവരുടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉപകരണങ്ങളും എല്ലാം, കുളങ്ങളും എല്ലാം അവരവരുടെ വീട്ടിന്റെ അടുത്തുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇത് വർണ്ണിക്കുന്നത്. ശ്ലോകം 7. വിജഹാര വിജാഹ്യാംബോ ഹൃദിനീഷു മഹോദയഃ കുജകുങ്കുമലിപ്താംഗ പരിരപ്തശ്ച യോഷിതാം. വിജഹാര വിഹഹാഹ്യ അംഭ ഹൃദിനീഷു മഹോദയഃ. മഹോദയഃ മഹത്തായ ഉദയത്തോടു കൂടിയവനും, യോഷിതാം സ്ത്രീകളുടെ കുജകുങ്കുമ ലിപ്താംഗ കുജങ്ങളിലുള്ള കുങ്കുമങ്ങളാൽ ലേപനം ചെയ്യപ്പെട്ട അംഗങ്ങളോട് കൂടിയവനുമായ കൃഷ്ണൻ. അപ്പൊ അവരുടെയൊക്കെ കുജങ്ങളില് കുങ്കുമമുണ്ട്. അപ്പൊ കൃഷ്ണൻ അവരെ ആലിംഗനം ചെയ്യുമ്പോൾ കൃഷ്ണന്റെ ശരീരങ്ങളിലെല്ലാം ഈ സ്ത്രീകളുടെ കുങ്കുമങ്ങൾ പറ്റിയിരിക്കും. അങ്ങനെയുള്ള കൃഷ്ണൻ ഹൃദിനീഷു കുളങ്ങളിലുള്ള അംബ ജലത്തെ വിഹാക്കിയ പ്രവേശിച്ചിട്ട് വിജഹാര വിഹരിച്ചു. അപ്പൊ സ്ത്രീകളോട് ബഹുവിധ ലീലകൾ ചെയ്തു എന്ന് കാണിക്കാൻ ജലക്രീഡ ഇവിടെ പറയുകയാണ്. ഇപ്പൊ ഹേമന്തകാലം, വസന്തകാലം, ഇങ്ങനെ ശൈത്യവും ഉഷ്ണമുള്ള കാലത്തിൽ ചൂടും തണുപ്പുമുള്ള ജലങ്ങൾ നിറയ്ക്കാൻ തക്കവിധം കെട്ടിപ്പടുത്തതും അത്രയധികം സ്ത്രീകളോടുകൂടി ഇറങ്ങി കുളിക്കാൻ തക്ക വിസ്താരമുള്ളതുമായ ഗൃഹങ്ങളുടെ പുരോഭാഗത്തിൽ നിർമ്മിക്കപ്പെട്ട തടാകം. ഇത്രയും സ്ത്രീകൾക്കും കൃഷ്ണനും കുളിക്കാൻ തക്കവണ്ണമുള്ള വലിയ തടാകമുണ്ട്. അതിലെ ജലത്തിൽ ഭാര്യമാരോട്, ചെറിയ കുളത്തിലാണെങ്കിൽ 16,000 പേരെ കൊള്ളൂല്ലോ, അപ്പൊ ഇത്രയും പേരെ കൊള്ളാൻ തക്കവണ്ണമുള്ള വലിയ കുളങ്ങളുണ്ട്. ആ ജലത്തിൽ ഭാര്യമാരോടുകൂടി ഇറങ്ങി അവരാൽ ആലിംഗനം ചെയ്യപ്പെട്ടതിനാൽ അവരുടെ കുജങ്ങളിൽ തേച്ചിരിക്കുന്ന കുങ്കുമം പറ്റിയ ശരീരാവയവങ്ങളോടുകൂടി കൃഷ്ണൻ, മഹത്തായ എല്ലാ സമ്പൽ സമൃദ്ധിയോടും കൂടിയ കൃഷ്ണൻ ഭാര്യാസഹിതനായി ജലക്രീഡ ചെയ്തു. വിജഹാര വിഹഹാഹ്യാംഭോ ഹൃദീനേഷു മഹോദയഃ കുജകുങ്കുമ ലിപ്താംഗ പരിരപ്തശ്ച യോഷിതാം. ശ്ലോകം 8. ഉപഗീയമാനോ ഗന്ധർവൈ മൃദംഗപണവാനകാൻ വാദയദ്ഭിർമുദാ വീണാം സൂതമാഗതവന്ദിഭിः. ഉപഗീയമാനഃ ഗന്ധർവൈഃ മൃദംഗ പണവ ആനക. മൃദംഗ പണവ ആനക. അപ്പോ ഭഗവാന്റെ ജലക്രീഡാണല്ലോ. അപ്പോൾ ആകാശത്ത് നിന്ന് ഗന്ധർവന്മാരും ഒക്കെ എന്ത് ചെയ്യും? മൃദംഗ പണവ ആനക. മൃദംഗം, പണവം, ആനകം തുടങ്ങിയ വാദ്യങ്ങളെയും വീണയെയും വാദയദ്ഭി വാദിക്കുന്നവരായ വീണയും ശബ്ദിപ്പിക്കുന്നവരായ ഗന്ധർവൈഹി ഗന്ധർവന്മാരാലും സൂതമാഗത വന്ദിഭി സൂതന്മാർ, മാഗതന്മാർ, വന്ദികൾ ഇവരാലും ഉപഗീയമാനാം കീർത്തിക്കപ്പെട്ടവനും ആയിരുന്നു ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ എല്ലാ ക്രീഡകളെയും ഗന്ധർവന്മാരും മറ്റും ഉള്ളവരെല്ലാം എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കും. ഭഗവാൻ വനഭോജനം നടത്തിയപ്പോഴും അതുപോലെ തന്നെ അല്ലേ, ദേവന്മാർ എല്ലാം അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഭഗവാന്റെ എല്ലാ ക്രീഡകളും അവർ നോക്കിക്കൊണ്ടിരിക്കും.
ഉപഗീയമാനോ ഗന്ധർവൈർമൃദംഗപണവാനകാൻ വായദ്വിർമുദാ വീണാം സൂതമാഗതവന്ദിഭിः. ശ്ലോകം 9. സിച്യമാനോ അച്യുതസ്ഥാപേ ഹസന്തീഭിः സ്മ രേചകൈः പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷപിരക്ഷരാടിവ. സിച്യമാനോ അച്യുത താപിർ ഹസന്തഭിः സ്മ രേചകൈः. ഹസന്തഭിः പരിഹസിക്കുന്നവരായ താപി അവരാൽ രേചകൈഹി ജലയന്ത്രങ്ങൾ കൊണ്ട് സിച്യമാന നനയ്ക്കപ്പെട്ടവരായി. അതായത് ജലക്രീഡ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അപ്പൊ ഞങ്ങളോട് തോറ്റു എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ പരിഹാസിച്ച് ചിരിക്കുന്ന സ്ത്രീകൾ, അതാണ് പരിഹസിക്കുന്നവരായ താപി അവരാൽ സ്ത്രീകളാൽ രേചകൈഹി അവരെന്ത് ചെയ്യും? ജലയന്ത്രങ്ങൾ കൊണ്ട്, അതായത് പീച്ചാങ്കുഴൽ എന്ന് പറയും. അപ്പൊ അതിൽ വെള്ളം നിറച്ചിട്ട് അടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ തോൽ കൊണ്ടുണ്ടാക്കിയ ജലയന്ത്രങ്ങൾ, പീച്ചാങ്കുഴൽ കൊണ്ട് നനയ്ക്കപ്പെട്ടവനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാ പീച്ചാങ്കുഴൽ വെച്ച് വെള്ളം അടിക്കും. അച്യുതൻ യക്ഷിഭിഹി യക്ഷികളോടുകൂടിയ യക്ഷരാടിവ യക്ഷരാജവെന്ന പോലെ വിചിക്രീഡേ. അപ്പോ യക്ഷരാജാവ് യക്ഷികളോടുകൂടി ജലത്തിൽ ക്രീഡിക്കുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ 16,008 ഭാര്യമാരോടും കൂടി ജലത്തിൽ ക്രീഡിച്ചു. അവർ അന്യോന്യം ജലങ്ങൾ കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് പീച്ചാങ്കുഴലിലൂടെ ജലമൊക്കെ നനച്ച് എന്നിട്ട് ഞങ്ങൾ തന്നെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അങ്ങനെയുള്ള ആ ജലക്രീഡയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സിച്യമാനോ അച്യുത സ്ഥാപേർ ഹസന്തീഭി സ്മ രേചകൈഃ പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷരാടിവ. ശ്ലോകം 10. താക്ലിന്ന വസ്ത്ര വിവൃതോരു കുജപ്രദേശ സിഞ്ചന്ത ഉദ്ധൃത ബൃഹത് കബരപ്രസൂന കാന്തം സ്മരേജക ജിഹീരഷയോ ഉപഗുഹ്യ ജാതസ്മരോത്സവ ലസത് വദനാഭിരേജോ താഹ ക്ലിന്ന വസ്ത്ര വിവൃതോരു കുജപ്രദേശാഹ. ക്ലിന്ന വസ്ത്ര വിവൃത ഒരു കുജപ്രദേശം, നനഞ്ഞ വസ്ത്ര നിമിത്തം സ്പഷ്ടമായ തുടകളോടും കുജങ്ങളോടും കൂടിയവരായി സിഞ്ചിന്ത്യ സേചന അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരിയടിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കുളിപ്പിച്ച് ഉദ്ധൃത ബൃഹത് കബരപ്രസൂന അഴിഞ്ഞതും നീണ്ടതുമായ തലമുടികളിൽ നിന്ന് വീണ പുഷ്പങ്ങളോടുകൂടിയവരായ താഹ അവർ രേചക ജിഹീരഷയ പീച്ചാങ്കുഴലിനെ ഹരിക്കാനുള്ള ഇച്ഛ കൊണ്ട് കാന്തനെ കൃഷ്ണനെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് ജാത സ്മരോത്സവ ലസത് വദന ജാതമായ സ്മരൻ നിമിത്തമുള്ള ഉത്സവത്താൽ ലസത്തായ വദനത്തോടുകൂടി വിരേചിച്ചു. അതായത് അവർ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണല്ലോ, അപ്പോൾ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? അവരുടെ കുജങ്ങളുടെ ശരീരം മുഴുവൻ സ്പഷ്ടമായിട്ട് കാണാൻ തുടങ്ങും. വസ്ത്രം എടുത്ത് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ ആ ശരീരം മുഴുവൻ കാണുമല്ലോ. അപ്പം വെള്ളം തേക്കുന്നതിനായി ചെയ്ത പരിശ്രമം നിമിത്തം കെട്ടഴിഞ്ഞ തലമുടികളിൽ ചൂടിയിരുന്ന പൂക്കൾ ഉതിർന്ന് വീണു തുടങ്ങി. അപ്പൊ ഇവര് ഈ പിച്ചാങ്കുഴല് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ബഹളം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അവരെ തലമുടിയൊക്കെ അഴിഞ്ഞ് അതിലിരുന്ന പൂക്കളൊക്കെ ഉതിർന്നു വീണു. എങ്കിലും അവരെന്ത് ചെയ്തു? ഉത്സാഹത്തോടെ വെള്ളം കോരി അടിച്ചു. കൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ കൃഷ്ണ ഒരാള്, ഇവരെല്ലാരും കൂടെ അല്ലേ 16,008 ഇല്ലേ? അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്തു? പിന്നെ കൃഷ്ണന്റെ കൈ പിടിച്ചിരിക്കുന്ന പീച്ചാങ്കുഴലിനെ അപകരിക്കാനായി എന്ത് ചെയ്തു? ശരീരത്തെ കെട്ടിപ്പിടിച്ച് നിർത്തുകയാണെന്നുള്ള വ്യാജേന ആലിംഗനം ചെയ്ത് മന്മഥ വികാരത്തെ സൂചിപ്പിക്കുന്ന മുഖകാന്തിയോടുകൂടിയവരായി ഏറ്റവും ശോഭിച്ചു. അപ്പൊ കൃഷ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി പീച്ചാങ്കുഴൽ പിടിക്കാൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? കൃഷ്ണനെ ചെന്ന് ഓടിക്കെട്ടിപ്പിടിക്കും. അപ്പൊ അതാണ് ഇവിടെ ജാത സ്മരോത്സവ ലസത്വദന എന്ന് പറഞ്ഞ ജാതമായ സ്മരൻ, മദനൻ കാമദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അവർക്ക് മന്മഥ വികാരം ഉണ്ടായി എന്നുള്ള അർത്ഥം സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അവരെല്ലാം സന്തോഷിച്ച്
ജലക്രീഡ ചെയ്യുകയാണ്. താക്ലിന്ന വസ്ത്ര വിവൃതോരു കുജപ്രദേശ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹത് കപരപ്രസൂന കാന്തം സ്മരേജക ജിഗീരഷയോപഗുഹ്യ ജാതസ്മരോത്സവ ലസത്വദനാവിരേജോ. ശ്ലോകം 11. കൃഷ്ണസ്തു തത്സ്തന വിഷജ്ജിത കുങ്കുമശ്രത് ക്രീഡാഭിഷംഗസ്തുത കുന്തള വൃന്ദബദ്ധ സിഞ്ചന്മുഹുർയുവതിഭി പ്രതിഷിച്യമാനോ രേമേകരേണുഭിർ ഇവ ഇഭവതി പരീത. കൃഷ്ണഃ തു തത് സ്തന വിഷജ്ജിത കുങ്കുമ ഷക്. സ്തന തത് അവരുടെ സ്തനങ്ങളിൽ പറ്റിയ കുങ്കുമത്തോടുകൂടിയ മാലയോടുകൂടിയവനും. അപ്പൊ കൃഷ്ണൻ എന്റെ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയില് ഈ പത്നിമാരുടെ ആ കുജങ്ങൾ പതിച്ചിരുന്ന കുങ്കുമങ്ങളെല്ലാം പുരണ്ടു. അതാണ് അവരുടെ സ്തനങ്ങൾ പറ്റിയ കുങ്കുമങ്ങളോടുകൂടിയ മാലയോടുകൂടിയവനും. ക്രീഡ അഭിഷംഗ ധുത കുന്തള വൃന്ദ ബന്ധ. ക്രീഡയിലുള്ള അഭിനിവേശം കൊണ്ട് ധുതകുന്തള അഴിഞ്ഞ തലമുടികളോട് കൂടിയവനും. ധുത കുന്തള വൃന്ദ ബന്ധ തലമുടിക്കെട്ടുകളോട് കൂടിയവരും. മുഹു പിന്നെയും പിന്നെയും സിഞ്ചൻ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കുന്നവരും. യുവതിഭി സ്ത്രീകളാൽ പ്രതിഷിച്യമാന പ്രതിഷേചനം ചെയ്യപ്പെട്ടവനുമായ. അതായത് ഭഗവാൻ വെള്ളമടിക്കുമ്പോൾ അവരും തിരിച്ചു വെള്ളമടിക്കും. കൃഷ്ണഹാത്ത് കൃഷ്ണനാകട്ടെ കരേണുഭി പിടിയാനകളാൽ പരീത ചുറ്റപ്പെട്ട ഇഭപതി ആനശ്രേഷ്ഠനെ പോലെ രേമി. അപ്പൊ ഒരു കൊമ്പനാന പിടിയാനകളോടുകൂടി വെള്ളത്തിൽ കിടന്ന് രമിക്കുമല്ലോ, അതുപോലെ കൃഷ്ണൻ ഈ സ്ത്രീകളോട് ജലത്തിൽ കിടന്ന് ജലക്രീഡ നടത്തി. പിടിയാനയോടുകൂടി വെള്ളത്തിൽ ഇറങ്ങിക്കളിക്കുന്ന മത്തഗജത്തെ പോലെ കൃഷ്ണൻ ഇവരോടുകൂടി, അതായത് ഈ 16,000 സ്ത്രീകളോടുകൂടി രമിച്ചു. കൃഷ്ണസ്തുതസ്തന വിഷജ്ജിത കുങ്കുമശ ക്രീഡാഭിഷംഗ ധുതകുന്തള വൃന്ദബദ്ധ ശിഞ്ചന്മുഹുർയുവതിഭി പ്രതിഷിച്യമാന രേമേകരേണുഭിർ ഇഭവതി പരീത. അവിടെ കരേണുഭി ഇഭപതി എന്നാണ്. ഇഭ എന്ന് വെച്ചാൽ ആനയാണ്. ആനയുടെ പതി ഗജശ്രേഷ്ഠൻ, അത് കൊമ്പനാന. ഇഭപതി. അപ്പൊ ഇവിടെ കരേണുഭീവ ഇഭപതി ചേർത്ത് വായിക്കണമെങ്കിൽ ഇവേ ഭവതി, കരേണുഭിരൈവേ ഭവതി എന്ന് വായിക്കാം. ശ്ലോകം 12. നടാനാം നർത്തകീനാം ച ഉപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോ അദാത്തസ്യ ച സ്ത്രീയാം. നടാനാം നർത്തകീനാം ച നടന്മാർക്കും നർത്തകീനാം കളിക്കുന്ന സ്ത്രീകൾക്കും വാദ്യോ ഉപജീവിന പാട്ട് വാദ്യ ഇവ കൊണ്ട് ഉപജീവിക്കുന്നവർക്കും കൃഷ്ണനും തസ്യ സ്ത്രീഹ ച അവന്റെ സ്ത്രീകളും ക്രീഡാലങ്കാര വാസാംശി ക്രീഡാലങ്കാര വസ്ത്രങ്ങളെ ദാനം ചെയ്തു. അപ്പൊ തങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി വന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാട്ട് കൊട്ട് ഇവ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്കും കൃഷ്ണനും ഭാര്യമാരും എന്ത് ചെയ്തു? ആഭരണങ്ങളും വസ്ത്രങ്ങളും ദാനം ചെയ്തു. അവർ കളിക്കുമ്പോൾ പാട്ടുപാടുകയും കൊട്ടടിക്കുകയൊക്കെ ചെയ്തല്ല, സൂതികളും മാഗതികളും എന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്കെല്ലാം നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊടുത്തു. നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച ശ്രേയാം. ശ്ലോകം 13. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലേവേക്ഷിതസ്മിതൈ നർമ്മ ക്ഷേളി പരിഷ്വംഗൈ സ്ത്രീണാം കില ഹൃദാധിയാം. ഏവം ഇപ്രകാരം വിഹരത
വിഹരിക്കുന്ന കൃഷ്ണന്റെ ഗത്യാലേപേക്ഷിത സ്മിതൈ, ഗതി അതായത് നടത്തം, ആലാപം, ഈക്ഷിതം നോട്ടം, സ്മിതം ചിരി ഇവയാലും, അതായത് കൃഷ്ണന്റെ മനോഹരമായ നടത്തം, പിന്നെ പരിഹാസമായ സംഭാഷണം, അനുരാഗസൂചക നോട്ടം, മന്ദഹാസം ഇവയാലും നർമ്മക്ഷേളി പരിഷങ്കൈ, നേരം പോക്ക്, ക്ഷേളി പരിഷങ്കൈ കപടോക്തി ആലിംഗനം, കപടവാക്കൊക്കെ പറഞ്ഞ് നേരം പോക്കൊക്കെ പറഞ്ഞ് ആലിംഗനം ചെയ്ത് സ്ത്രീകളുടെ ബുദ്ധികൾ ഹൃദാക്കില അപഹരിക്കപ്പെട്ടുവല്ലോ. അപ്പോ അങ്ങനെ ഭഗവാൻ ജലക്രീഡയൊക്കെ നടത്തി, ജലത്തില് ചിലപ്പം പൂന്തോട്ടത്തിൽ ഇവരുമായിട്ട് കളിക്കും. അങ്ങനെ ബഹുവിധ ക്രീഡകൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദമൂർത്തിയായ കൃഷ്ണന്റെ ഇങ്ങനെ പൂന്തോട്ടത്തിലൊക്കെ കളിക്കുമ്പോൾ ആ കൃഷ്ണന്റെ ചലനം അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിഹാസമായ സംഭാഷണം, അനുരാഗസൂചകമായ നോട്ടം, മന്ദഹാസം, കൃഷ്ണന്റെ കള്ളച്ചിരി, നോട്ടം, വിനോദകരമായ നേരം പോക്ക് പറച്ചില്, അറിയാതെ പിന്നാലെ ചെന്ന് പെട്ടെന്ന് ആലിംഗനം ചെയ്യുക, ചുംബനം ചെയ്യുക, കുജസ്പർശനം മുതലായ കളികളാൽ സ്ത്രീകളുടെ ബുദ്ധികൾ അപഹരിക്കപ്പെട്ടു. അപ്പൊ സ്ത്രീകളുടെ ബുദ്ധികളെല്ലാം എവിടെയാണ്? കൃഷ്ണനിൽ തന്നെ. അവരുടെ മനസ്സ് കൃഷ്ണനിൽ തന്നെ, അല്ലാതെ അവരുടെ ഭർത്താക്കളിലോ മക്കളിലോ ഒന്നും അല്ല. ശ്ലോകം വായിക്കാം. കൃഷ്ണസ്യേവം വിഹരതോ ഗത്യാലേപേക്ഷിതസ്മിതൈ നർമ്മക്ഷേളി പരിഷങ്കൈ സ്ത്രീണാം കില ഹൃദാധിയഃ. ശ്ലോകം 14. ഓജർ മുകുന്ദൈകധിയോ ഗിരാ ഉന്മത്തവത് ജഡം ചിന്തയന്ത്യോ അരവിന്ദാക്ഷം താനിമേ ഗതശൃണോ. ഊജുഹു മുകുന്ദ ഏകധിയഃ ഗിരാ ഉന്മത്തവത് ജഡം ചിന്തയന്ത്യോ അരവിന്ദാക്ഷം താനിമേ ഗതഃ ശൃണു. ഊജുഹു മുകുന്ദൈകധിയഃ, മുകുന്ദനിൽ മാത്രം ബുദ്ധിയോടുകൂടിയ അവർ, ഉന്മത്തവർ ഉന്മാദം ഉള്ളവരെ പോലെ, ജഡം വിചാര ശൂന്യമാകും വണ്ണം, അരവിന്ദാക്ഷം താമരക്കണ്ണനെ ചിന്തയന്ത്യ ചിന്തിക്കുന്നവരായി, അഗിരഹ അല്പനേരം മൗനം പാലിച്ചിട്ട് ഊജുഹു പറഞ്ഞു, ഗതഹ പറയുന്നവനായ മേ എന്നിൽ നിന്ന് താനി അവയെ ഷുണു കേൾക്കുക. അങ്ങനെ കൃഷ്ണനിൽ മാത്രം ഉറച്ച ബുദ്ധിയോടുകൂടിയ ആ സ്ത്രീകൾ അതായത് ആ ഒരു ഭ്രാന്താവേശം, കൃഷ്ണനിലുള്ള ആ ഭ്രാന്താവേശം, ഭ്രാന്തചിത്തകളായി. ചിലപ്പോൾ അവര് മുമ്പ് നിൽക്കുന്ന കൃഷ്ണനെ കാണാതെ പോലും ഇരിക്കും. കാണാത്തവരെന്ന പോലെ കൃഷ്ണവിരഹ ദുഃഖത്തെ അനുഭവിക്കുന്നവരായി വിചിത്ര വാക്കുകൾ സംസാരിച്ചുകൊണ്ട് അവരുടെ ആ ദുഃഖം മറ്റുള്ളവരോട് പറയുന്നത്, അവരുടെ ആ പരാതികൾ, അയ്യോ കൃഷ്ണനെ കണ്ടില്ല എന്നും പറഞ്ഞ് വിരഹ ദുഃഖം അനുഭവിച്ച് അവരുടെ പരാതികൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കൃഷ്ണനെ കളിച്ച് അങ്ങ് ഉന്മത്തരായിപ്പോയി. അതായത് കൃഷ്ണനിലുള്ള പ്രേമഭക്തി മൂലം അവരെ ഉന്മത്തരായി. ചിലപ്പോൾ കൃഷ്ണനെ കാണാതെ തന്നെ, അയ്യോ കൃഷ്ണനെ കാണാതെ അവർ വിരഹ ദുഃഖം അനുഭവിച്ച് അവരാകെ ഭ്രാന്ത് പിടിച്ച് നടക്കും. അങ്ങനെ മനസ്സ് ആ കൃഷ്ണനിൽ തന്നെ ഉറച്ച്. ഇപ്പൊ കൃഷ്ണഭക്തിമാരുടെ ആ ഭക്തി എന്ന് പറയുന്നത്, ആ രാഗം എന്ന് പറയുന്നത് വറുത്ത വിത്ത് പോലെ എന്നാണ്. വറുത്ത വിത്ത് പിന്നെ മുളയ്ക്കോ? ഇല്ല. അതുപോലെ രണ്ടാമതൊരു ജന്മമില്ലാതെ അവർക്ക് ജന്മസാഫല്യം തന്നെ കിട്ടുമെന്നാണ്. കാരണം ഭഗവാനാണല്ലോ ഇത്, ഭഗവാനിലാണ് അവർക്ക് പ്രേമഭക്തി ഉള്ളത്. അപ്പൊ ഭഗവാനെ തന്നെ ചിന്തിച്ച് അവർക്ക് ജന്മസാഫല്യം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗമാണ് ഇനി വരുന്നത്. അതായത് ആ കൃഷ്ണപത്നിമാരെ ആ ഉന്മത്തരായി ഓരോ പക്ഷികളോടും ജലത്തോടും സമുദ്രത്തോടും ഒക്കെ സംസാരിക്കുന്നതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതായത് ഈ 90-ാമത്തെ അധ്യായം നമുക്ക് 3 ഭാഗങ്ങളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ സമയമായി പോകും. അതുകൊണ്ട് ഇന്നിവിടെ നിർത്താം. 14 ശ്ലോകം മതി. 14 ശ്ലോകം വെച്ച് നമുക്ക്, അല്ലെങ്കിൽ 15 വെച്ച് അങ്ങ് എടുക്കാം.
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.